சுதந்திரம் வந்த உடனே இந்த சுதந்திர நாட்டுல கடவுளுக்கு மதத்துக்கு மத சம்பிரதாயத்துக்கு இடம் இல்லை. இந்தியா சுதந்திரம் வந்த நாள் தொட்டு செக்குலர் ஸ்டேட். നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 17-ാം തീയതി പെരിയാറിൻ്റെ 142ാമത്തെ ജന്മദിനമാണ്. പുള്ളി 1879 വർഷമാണ് ജനിച്ചത്. ഈറോഡ് വെങ്കടപ്പ രാമസ്വാമി എന്നുള്ളത് പുള്ളിയുടെ പേരാണ്. പക്ഷേ തമിഴ്നാട്ടിൽ പെരിയാർ എന്നല്ലേ എല്ലാവർക്കും അറിയത്തുള്ളൂ. പെരിയാർ 1919 വർഷം, അതായത് പുള്ളിക്ക് 40 വയസ്സായിരുന്നപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ചേർന്നു. ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ടായി. 1925 വർഷം പാർട്ടി ചെയ്യുന്ന ഒരു 6 വർഷത്തിനകം പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നു. ആ സമയത്താണ് 1924 പുള്ളി വൈക്കത്തിലേക്ക് വരുന്നത്. കാസ്റ്റ് അപ്രഷൻ വലിയ ഭീകരമായിരുന്ന ഒരു സമയമാണത്. ദലിതുകളും മറ്റുള്ളവരൊക്കെ വൈക്കത്തിലുള്ള ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ല, അടുത്ത് തന്നെ പോകാൻ പറ്റാത്ത ഒരു സ്ഥിതി ഇരുന്ന സമയമാണ്. അപ്പോൾ ടി.കെ. മാധവൻ, കേളപ്പൻ, വേലായുധ മേനൻ, കൃഷ്ണസ്വാമി അയ്യർ, കെ.എൻ. നമ്പൂതിരിപ്പാട് എന്നുള്ളവരൊക്കെ ചേർന്ന് ആ വൈക്കം സ്ട്രഗിൾ മുന്നെടുത്തു. മാധവൻ, കേളപ്പൻ പോലെയുള്ളവരൊക്കെ അറസ്റ്റായപ്പോൾ പെരിയാർ ഇവിടെ നിന്ന് പുറപ്പെട്ട് വൈക്കത്തിൽ വന്ന് ആ വൈക്കം സ്ട്രഗിളെ നടത്തുകയായിരുന്നു. പുള്ളി പങ്കെടുത്ത ഒരു വലിയൊരു സമരമായിരുന്നു അത്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പിൻവലിച്ചു, പുറത്തു വന്നു. പിന്നെ 1939 വർഷം ജസ്റ്റിസ് പാർട്ടിയുടെ പ്രസിഡൻ്റായി പുള്ളി തമിഴ്നാട്ടിൽ. 1944 വർഷം ആ പാർട്ടിയുടെ പേര് മാറ്റി ദ്രാവിഡർ കഴകം എന്ന് പേരിട്ടു. ദ്രാവിഡർ കഴകത്തിൻ്റെ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ്സ്, പ്രിൻസിപ്പിൾസ് എന്നു വെച്ചാൽ റാഷണലിസം, ഇങ്ങനെയുള്ള ഈ പിണ്ടിത്തങ്ങളൊന്നും വിശ്വസിക്കാൻ പാടില്ല. യു ഹാവ് ടു ബി ഒബ്ജക്റ്റീവ്, സയൻറ്റിഫിക്, റാഷണൽ എന്നുള്ള വിഷയങ്ങൾ. സെൽഫ് റെസ്പെക്റ്റ്. ആ സമയത്ത് ഈ ബ്രാഹ്മിൻ ഡോമിനേഷൻ കാരണം ആർക്കും വലിയ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായില്ല അവരെ പറ്റി. അപ്പോൾ സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പുള്ളി സംസാരിക്കുകയായിരുന്നു. വിമൻസ് റൈറ്റ്സ് നമുക്കറിയാം. അപ്പോൾ സ്ത്രീകളുടെ സ്ഥിതി ആ സമയത്ത്. കാസ്റ്റ് അനിഹിലേഷൻ, ജാതി എന്ന് പറയുന്നതാണ് ഒരു വല്ലാത്ത ഒരു വിഷയമായിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ കാസ്റ്റ് ഇല്ലാതാക്കണം. ഈ ബ്രാഹ്മിൻ ഡോമിനേഷൻ, ബ്രാഹ്മിൻ എക്സ്പ്ലോയിറ്റേഷന് എതിരായിട്ട് പുള്ളി വളരെ ശക്തമായി സംസാരിക്കുകയായിരുന്നു, ഓർഗനൈസ് ചെയ്യുകയായിരുന്നു. ഫ്രീഡം ഫ്രം സ്ലേവറി, ഇതൊരു സ്ലേവറിയിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. ഈ ബ്രഹ്മണിക്കൽ ഓർത്തഡോക്സിയുടെ സ്ലേവറിയിൽ നിന്ന് പുറത്താകണം. ജാതി, മതം, ഈ കമ്മ്യൂണൽ ഡോമിനേഷൻ, ഇങ്ങനെയുള്ള ട്രഡീഷണൽ ഓക്കുപ്പേഷൻ, അതായത് അച്ഛൻ്റെ ജോലി മകൻ ചെയ്യണം, പഠിക്കാൻ പറ്റത്തില്ല, പഠിക്കാൻ പാടില്ല. ആ ചെറിയ വട്ടത്തിനകത്ത് തന്നെ ദറ്റ് ഫാമിലി ഹാസ് ടു ബി കൺഫൈൻഡ് എന്നുള്ള വിഷയങ്ങളിരുന്നപ്പോൾ ഹീ സ്പോക്ക് അഗെയിൻസ്റ്റ് ഓൾ ദോസ് തിങ്സ്. വളരെ റെവല്യൂഷണറി തിങ്കറായിരുന്നു. 1937 വർഷം രാജഗോപാലാചാരി എന്ന് പറയുന്ന ഒരു ലീഡർ തമിഴ്നാട്ടിൽ മദ്രാസ് പ്രസിഡൻസിയുടെ ചീഫ് മിനിസ്റ്റർ ആയപ്പോൾ പുള്ളി ഹിന്ദി ലാംഗ്വേജ് കമ്പൽസറി ആയിട്ട് എല്ലാവരും പഠിക്കണമെന്ന് ഉള്ള ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നു. പെരിയാർ അതിനെ എതിർത്തു. അപ്പോൾ തുടങ്ങിയ ആ ഹിന്ദി അപ്പോസിഷൻ ഇപ്പോഴും വളരെ ശക്തമായിട്ട് തമിഴ്നാട്ടിലിരിക്കുന്നുണ്ട്. ആ വർഷം തന്നെ 1937 തന്നെ പെരിയാർ തമിഴ്നാട് ഫോർ തമിഴ്സ് എന്നുള്ള സ്ലോഗനുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഹിന്ദി ഇമ്പോസിഷൻ തമിഴന്മാരുടെ ആ വികസനത്തെ തടയും, അവരുടെ കൾച്ചറെ അത് ഹാമ്പർ ചെയ്യും, അബ്സ്ട്രാക്ട് ചെയ്യുന്നൊക്കെ പുള്ളി വിശ്വസിച്ചു. അത് സംസാരിച്ചു ആൾക്കാരടുത്ത്. ആൾക്കാരതിനെ ഉടൻ തന്നെ ഏറ്റെടുത്തു. സോ ആ ഹിന്ദി അപ്പോസിഷൻ ഇപ്പോഴും തുടരുന്നുണ്ട്.
തമിഴ്നാട്ടിൽ ഒരു തമിഴ് നാഷണലിസ്റ്റിക് സെൻറ്റിമെൻറ്റ്സ് ഫീലിങ്സ് ഉണ്ടാകുന്നതിന് മുഖ്യമായിട്ടുള്ള ഒരു കാരണം തந்தை പെരിയാറാണ്. ഇതിൽ ഈ ആര്യൻ പുള്ളി ഇങ്ങനെയാണ് കാണുന്നത്, ആര്യൻ ദ്രവീഡിയൻ. ഈ ആര്യൻ ഡോമിനേഷൻ, ആര്യൻസിൻ്റെ മതം, ആര്യൻസിൻ്റെ സുപ്രമസി, അവരുടെ വർണ്ണാശ്രമധർമ്മം, അവരുടെ ഈ കാസ്റ്റ് സ്ട്രക്ചർ, ഇതുപോലുള്ള വിഷയങ്ങളാണ് നമുക്കെതിരായിട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു ദ്രവീഡിയൻ പ്രോഗ്രസീവ് മൂവ്മെൻറ്റ് ആവശ്യമാണ്, സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ് ആവശ്യമാണെന്ന് പുള്ളി വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുകയായിരുന്നു. ഒരു സമയത്ത് ദ്രാവിഡ നാട് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് കൺട്രി, സെപ്പറേറ്റ് രാജ്യം തന്നെ വേണമെന്ന് പറഞ്ഞു. 1940 വർഷം കാഞ്ചീപുരത്തിൽ വെച്ച് പുള്ളി ഒരു മാപ്പ് തന്നെ റിലീസ് ചെയ്യുകയായിരുന്നു. ഇപ്പോഴുള്ള തമിഴ്നാട്, കേരളം, കർണാടകം, ആന്ധ്രമുള്ള എല്ലാ പഴയ മദ്രാസ് പ്രസിഡൻസിയും അടുത്തുള്ള പ്രദേശങ്ങളുമായിട്ട് ചേർന്ന് ഒരു ദ്രാവിഡ നാട് വേണം എന്ന് പുള്ളി സംസാരിക്കുകയായിരുന്നു. പിന്നെ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ് വിട്ടു. പുള്ളിയുടെ അടുത്തുനിന്ന് തിരിച്ച് വെളിയെ വന്ന് DMK പാർട്ടിക്കാരൊക്കെ ചൈനീസ് അഗ്രഷൻ സമയത്ത് 1962 കഴിഞ്ഞ് സെപ്പറേറ്റിസ്റ്റ് ഡിമാൻഡ്സൊക്കെ കൈവിട്ടു. പുള്ളിയുടെ പെരിയാറിൻ്റെ പോളിറ്റിക്സ് ആൻറ്റൈ ബ്രാഹ്മിനല്ല, ആൻറ്റൈ ബ്രഹ്മനിസമാണ്. പർട്ടിക്കുലർ ജാതിക്കെതിരായിട്ടുള്ള സമരമല്ല, പോളിറ്റിക്സ് അല്ല പുള്ളി പറഞ്ഞത്. ഈ ഡോമിനേഷൻ, ഈ അപ്രഷൻ, ഈ സബ്ജുഗേഷൻ എതിരായിട്ടുള്ള ഒരു പോളിറ്റിക്സ് ആയിരുന്നു. പെരിയാറിൻ്റെ ആ ഇൻഫ്ലുവൻസാണ് ഇപ്പോഴും തമിഴ്നാട്ടിൽ ഒരു ആൻറ്റൈ ഹിന്ദി, ആൻറ്റൈ ബ്രാഹ്മിൻ വാല്യൂസ് ഇപ്പോഴും പ്രിവെയിൽ ചെയ്യുന്നതിൻ്റെ കാരണം തந்தை പെരിയാറാണ്. തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ പോളിറ്റിക്സ് ദ്രവീഡിയൻ നാഷണലിസം വേഴ്സസ് തമിഴ് നാഷണലിസം എന്ന് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുന്നു. എന്നെ സംബന്ധിച്ചോളം പെരിയാറിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ സെമിനലാണ്. പെരിയാറെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷേ ദ്രവീഡിയൻ നാഷണലിസ്റ്റ് ചെയ്യുന്ന തെറ്റ് എന്തെന്നാൽ ഹോൾ തമിഴ് പോളിറ്റിക്സ് പെരിയാറിൽ നിന്ന് തുടങ്ങി പെരിയാറോട് അവസാനിക്കുന്നു. പെരിയാറാണ് തമിഴ്നാട്ടിലുള്ള എല്ലാ ഡെവലപ്മെൻറ്റ്സിനും ഈ പ്രോഗ്രസ്സിനുമുള്ള അടിസ്ഥാനം എന്ന് തെറ്റായിട്ട് പറയുന്നു. തമിഴ് കൾച്ചർ, തമിഴ് സിവിലൈസേഷൻ, തമിഴ് ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു ഇറ്റ്സ് എ വെരി ലോങ് ട്രഡീഷൻ, ഇറ്റ്സ് എ ലോങ് ഹിസ്റ്ററി, ലോങ് കൾച്ചർ, ഇറ്റ്സ് എ വെരി ഏൻഷ്യൻ കൾച്ചർ. അപ്പോൾ we cannot give the whole credit to one individual. ഇൻഡിവിജ്വലിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വേറെ ദർ ഇസ് നോ ഡിസെൻഷൻ ഓർ അപ്പോസിഷൻ. തൻ്റെ പെരിയാറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ സെമിനലാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെരിയാറിൻ്റെ ആവശ്യം ഇപ്പോഴും ഇന്നും തന്നെ ഉണ്ട്, അതിലും വേറെ ഒരു സംശയമില്ല. പക്ഷേ we cannot ascribe every single thing to പെരിയാർ. ഈ ദ്രവീഡിയൻ നാഷണലിസ്റ്റ് ചെയ്യുന്ന തെറ്റതാണ്. ഈ പെരിയാറിൽ തുടങ്ങി പെരിയാറിൽ അവസാനിക്കുന്നു. പെരിയാറാണ് ലേറ്റസ്റ്റ് പ്രോഫറ്റ്. പെരിയാർ കഴിഞ്ഞിട്ട് വേറെ പ്രോഫറ്റ് ഒന്നും ഉണ്ടാകത്തില്ല. ഇങ്ങനെയുള്ള ഒരു 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 കോൺട്രവേഴ്ഷ്യൽ പൊസിഷൻ അവരെടുക്കുന്നു. തമിഴ് നാഷണലിസ്റ്റ് ഓൺ ദ അതർ ഹാൻഡ് എന്ത് ചെയ്യുന്നാൽ പെരിയാർ ഉപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾസോ എ റോങ് സ്ട്രാറ്റജി. കാരണം പെരിയാർ വളരെ ഒരു വലിയ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. എവിടെയോ ഇരിക്കുന്ന കാർൽ മാർക്സ് പറ്റിയും ലെനിൻ പറ്റിയും ഗാന്ധി പറ്റിയും അംബേദ്കർ പറ്റിയും നമ്മൾ സംസാരിക്കുന്നു, അവരെയൊക്കെ ഏറ്റെടുക്കുന്നു. പക്ഷേ നമ്മുടെ കൂടെ ജനിച്ച പെരിയാർ വേണ്ടെന്ന് പറയുന്നത് പറ്റത്തില്ല. പെരിയാറിൻ്റെ ഈ ഏത്തീസം, കടവുളില്ലേ കടവുളില്ലേ കടവുളില്ലവേ ഇല്ലേ, ദൈവം എന്ന് പറയുന്ന ഒരിതറും ഇല്ല, അത് വിണ്ടിത്തമാണ്. അങ്ങനെ പറയുന്നവർ തെറ്റായിട്ട് പറയുന്നതൊക്കെ പുള്ളി വളരെ ശക്തമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് ദോസ് ആർ ആൾ വെരി അക്സെപ്റ്റബിൾ വിഷയം. ഇപ്പോൾ തമിഴ്നാട്ടിൽ
മോസ്റ്റ് ഓഫ് ദ തമിഴ്സ് ആർ വെരി റിലീജിയസ്, വെരി പയസ്. അവർ ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യൻ ആകട്ടെ, മുസ്ലിംസ് ആകട്ടെ, ദേ ആർ വെരി പയസ്. പക്ഷേ അതേ സമയത്ത് പെരിയാരെയും ഏറ്റെടുക്കുന്നു. അത് ഒരു ബ്യൂട്ടിഫുൾ കോൺട്രഡിക്ഷനാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അപ്രഷൻ, ആൻറ്റൈ ഹ്യൂമൻ ബിഹേവിയറൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ തമിഴ്സ് ഡു ബിലീവ് ഇൻ സം കൈൻഡ് ഓഫ് സൂപ്പർ നാച്ചുറൽ പവർ. പെരിയാറിൻ്റെ റെലവൻസ് പറ്റി നമ്മളിന്ന് സംസാരിക്കേണ്ടിയിരിക്കുന്നു. തമിഴ്നാട്ടിൽ മാത്രമല്ല, ഹോൾ ഇന്ത്യയിൽ. when the Brahmanical backward forces are trying to dominate over us in the name of national integrity, national uniformity, unity അല്ല, uniformity, ഇങ്ങനെ നമ്മളെല്ലാവരെയും ചേർത്ത് കട്ടി ഒരു വൺ നേഷൻ, വൺ ലാംഗ്വേജ്, വൺ റിലിജൻ എന്നൊക്കെ അവർ ചെയ്യാൻ ശ്രമിക്കുന്ന ഈ സമയത്ത് പെരിയാറിൻ്റെ റെലവൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെല്ലാവരും, തമിഴ്നാട്ടിലുള്ളവർ മാത്രമല്ല, കേരളത്തിലുള്ളവർ മാത്രമല്ല, ഹോൾ ഇന്ത്യയിലുള്ളവർ, വി ഹാവ് ടു റീഡ് പെരിയാർ ആൻഡ് ടേക്ക് വാട്ട് എവർ വി നീഡ്. യാതൊരു ലീഡറെയും നമുക്ക് 100% ഏറ്റെടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ദർ വിൽ ബി കോൺട്രഡിക്ഷൻസ്, ദർ വിൽ ബി സം കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ടീസ് ഇൻ ദെയർ തിങ്കിങ്, ഇൻ ദെയർ ആക്ടിവിറ്റീസ്. കാരണം അവർ മനുഷ്യരല്ലേ, നോബഡി ഈസ് പെർഫെക്റ്റ്. നമ്മുടെ അച്ഛനും അമ്മയും തന്നെ നമുക്ക് 100% സമ്മതിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഹൗ ക്യാൻ വി അക്സെപ്റ്റ് എ പൊളിറ്റിക്കൽ ലീഡർ, എ സോഷ്യൽ ആക്ടിവിസ്റ്റ്, എ സോഷ്യൽ റിഫോമർ 100%? We cannot. So we don't have to worry about the internal contradictions, the things that they say about certain things. We don't have to worry about all that. We have to take the larger message of Periyar, and we have to incorporate those thoughts and those feelings and those viewpoints into our contemporary politics. Periyar is relevant not only for Tamils but for the entire India right now, as we are opposing the Brahmanical orthodoxy and its domination politics. Thank you.